ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഗ്രാമീണ മേഖലയിലെ വികസനം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന ഗ്രാമീണ ഭാരത് മഹോത്സവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ ഗ്രാമപ്രദേശങ്ങളെ ഈ വർഷത്തോടെ ദാരിദ്ര്യമുക്തമാക്കുമെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ ചൈനയുടെ അനധികൃത അധിനിവേശത്തിൽ ശക്തമായ പ്രതിഷേധമറിയിച്ച് ഇന്ത്യ. കലാമാമാങ്കത്തിനൊരുങ്ങി തിരുവനന്തപുരം. സംസ്ഥാന സ്കൂൾ കലോത്സവം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ലോക ബ്രെയിൽ ദിനം. ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 5ാം ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയയ്ക്ക് ബാറ്റിംഗ് തകർച്ച. വാർത്തകൾ വിശദമായി. ഗ്രാമീൺ ഭാരത് മഹോത്സവ് 2025 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൌകര്യ വികസനം, സ്വയം പര്യാപ്തമായ സാമ്പത്തിക മേഖല, ഗ്രാമീണ വിഭാഗങ്ങളുടെ നൂതന ആശയങ്ങളുടെ പ്രോത്സാഹനം എന്നിവയാണ് മഹോത്സവത്തിന്റെ ലക്ഷ്യം. 2047ഓടെ വികസിത ഭാരതം സാക്ഷാത്കരിക്കാനായി ഗ്രാമീണ മേഖലയെ ശാക്തീകരിക്കുക എന്നതാണ് 6 ദിവസത്തെ മഹോത്സവത്തിന്റെ പ്രമേയം. ഇന്ത്യ മാൽദീവ്സ് വിദേശകാര്യമന്ത്രിമാർ ഇന്നലെ ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. ഇന്ത്യയുടെ സഹായത്തോടെ മാൽദീവ്സിൽ നടപ്പാക്കുന്ന വികസന പദ്ധതികളുടെ ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ദ്വീപ് രാഷ്ട്രവുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിന് ഇന്ത്യ നൽകുന്ന പ്രാധാന്യം ആവർത്തിച്ച ശ്രീ ജയശങ്കർ തുടർന്നുള്ള പിന്തുണയും ഉറപ്പു നൽകി. സമഗ്ര സാമ്പത്തിക സമുദ്ര സുരക്ഷാ പങ്കാളിത്തത്തിനായുള്ള സംയുക്ത ദർശനം യാഥാർത്ഥ്യമാക്കുന്നതിന് ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള മാലിദ്വീപ് സർക്കാരിന്റെ പ്രതിബദ്ധത ഡോക്ടർ അബ്ദുള്ള ഖലീലും ആവർത്തിച്ചു. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ ചൈനയുടെ അനധികൃത അധിനിവേശത്തെ ഇന്ത്യ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലെന്നും ഇതിനെതിരെയുള്ള പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ബ്രഹ്മപുത്ര നദിയുടെ ഉയർന്ന മേഖലകളിലെ പ്രവർത്തനങ്ങൾ നദിയുടെ തീരത്തുള്ള മറ്റ് സംസ്ഥാനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ചൈനയോട് ആവശ്യപ്പെട്ടതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ചൈനയിലെ സ്വയംഭരണ മേഖലയായ ടിബറ്റിലെ യാർലുങ് സാങ്പോ നദീജല വൈദ്യുത പദ്ധതിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. We have consistently expressed through expert level as well as diplomatic channels our views and concerns to the Chinese side over mega projects on rivers in their territory. These have been reiterated along with the need for transparency and consultation with downstream countries following the latest report. The Chinese side has been urged to ensure that the interests of downstream states of the Brahmaputra are not harmed by activities in upstream areas. രാജ്യത്തെ ഗ്രാമപ്രദേശങ്ങളെ ഈ വർഷത്തോടെ ദാരിദ്ര്യമുക്തമാക്കുമെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്നലെ ന്യൂഡൽഹിയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഗ്രാമവികസന മന്ത്രിമാരുമായി നടത്തിയ അവലോകന യോഗത്തിന് ശേഷമാണ് ശ്രീ ചൌഹാൻ ഇക്കാര്യം പറഞ്ഞത്. രാഷ്ട്ര നിർമ്മാണത്തിൽ ഗ്രാമങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളുടെ വികസനം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. കാർഷികം, വ്യാപാരം, സാമ്പത്തികം, സാംസ്കാരികം തുടങ്ങി ചബഹാർ തുറമുഖം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇന്ത്യയും ഇറാനും അവലോകനം ചെയ്തു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി, ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി മജീദ് തഖ്ത റവഞ്ചി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. അഫ്ഗാനിസ്ഥാൻ, പശ്ചിമേഷ്യ എന്നിവിടങ്ങളിലെ സ്ഥിതിഗതികൾ ഉൾപ്പെടെ നിലവിലെ പ്രാദേശിക ആഗോള സംഭവ വികാസങ്ങളും ചർച്ചയിൽ ഉൾപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടക്കുന്ന 19ാമത് ഇന്ത്യ ഇറാൻ വിദേശകാര്യ മന്ത്രാലയങ്ങളുടെ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ ഡോക്ടർ റവഞ്ചി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തി. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തിരിതെളിയും. സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ഈ മാസം 8 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 25 വേദികളിലായി 249 ഇനങ്ങളിൽ 15,000-ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. ഉദ്ഘാടനത്തിന് ശേഷം സെൻട്രൽ സ്റ്റേഡിയത്തിൽ കലോത്സവത്തിന്റെ സ്വാഗതഗാനത്തിന്റെ നൃത്താവിഷ്കാരം കലാമണ്ഡലത്തിലെയും പൊതുവിദ്യാലയത്തിലെയും കുട്ടികൾ ചേർന്ന് അവതരിപ്പിക്കും. വയനാട് ദുരന്തത്തിന്റെ അതിജീവനത്തിന്റെ ഭാഗമായി വെള്ളാർമല സ്കൂൾ വിദ്യാർത്ഥികളുടെ സംഘനൃത്തവും ഉദ്ഘാടന ചടങ്ങിൽ നടക്കും. തുടർന്ന് മോഹിനിയാട്ട മത്സരത്തോടെ അരങ്ങുണരും. പുതുതായി ഉൾപ്പെടുത്തിയ ഗോത്ര നൃത്തകലകളിലൊന്നായ മംഗലം കളി രാവിലെ 11 മണിക്ക് നിശാഗന്ധിയിൽ നടക്കും.
മത്സരഫലങ്ങൾ വേദികൾക്കരികിൽ പ്രദർശിപ്പിക്കാൻ ഡിജിറ്റൽ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മത്സരങ്ങൾ കാണുന്നതിനും മത്സര പുരോഗതി തത്സമയം അറിയുന്നതിനും കൈറ്റ് മൊബൈൽ ആപ്പും തയ്യാറാക്കിയിട്ടുണ്ട്. 2 തവണ വനിതാ ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യനും വനിതാ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് റണ്ണറപ്പുമായ കൊനേരു ഹംപിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വളർന്നുവരുന്ന മത്സരാർത്ഥികൾക്ക് പ്രചോദനമാണ് കൊനേരു ഹംപിയെന്നും ഇന്ത്യയ്ക്ക് തന്നെ അഭിമാനമാണ് ഈ യുവ പ്രതിഭയെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷ പ്രിയയ്ക്ക് കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകി വരുന്നതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. സ്ഥിതിഗതികൾ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു. കോവിഡ് മഹാമാരിക്ക് 5 വർഷങ്ങൾക്ക് ശേഷം ചൈനയിൽ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്ന HMP വൈറസ് പടരുന്നതായി റിപ്പോർട്ട്. നിരവധി പേരിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ പടരുന്നത് ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. സ്ഥിതിഗതി ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. എല്ലാ സാഹചര്യങ്ങളെയും നേരിടാൻ രാജ്യം പൂർണ്ണ സജ്ജമാണെന്ന് പൊതു ആരോഗ്യ ഡയറക്ടർ അതുൽ ഗോയൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. मेटान्यूमो वायरस एक नॉर्मल रेस्पिरेटरी वायरस है जो जुकाम जैसी बीमारी करता है या कुछ लोगों में फ्लू जैसे सिम्टम्स हो सकते हैं, खासकर जो बहुत बूढ़े लोग हैं या 1 साल से कम उम्र के बच्चे हैं. लेकिन ऐसी कोई सीरियस बीमारी नहीं है जिससे चिंता करने की जरूरत है और हमारे हॉस्पिटल्स और इंस्टीट्यूशंस इनको हैंडल करने के लिए तैयार हैं. बेड्स की भी अवेलेबिलिटी है, ऑक्सीजन वगैरह की भी अवेलेबिलिटी है. स्पेसिफिकली दवाइयाँ चाहिए नहीं होती बिकॉज इसके अगेंस्ट कोई स्पेसिफिक एंटीवायरल ड्रग्स है नहीं, तो चिंता करने की आवश्यकता देश को नहीं है इस वक्त. അതേസമയം വൈറസ് വ്യാപനത്തെ തുടർന്ന് ചൈനയിലെ ആശുപത്രികളിൽ രോഗികളുടെ എണ്ണം വർദ്ധിച്ചതായ റിപ്പോർട്ട് ചൈന തള്ളി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിദേശികൾക്ക് ചൈനയിലേക്ക് യാത്ര ചെയ്യുന്നതിൽ സുരക്ഷാ പ്രശ്നങ്ങളില്ലെന്നും ചൈനീസ് വിദേശകാര്യ വക്താവ് അറിയിച്ചു. വികസിത ഇന്ത്യ യാഥാർത്ഥ്യമാക്കുന്നതിന് യുവജനങ്ങൾ രാഷ്ട്ര നിർമ്മാണത്തിനായി പ്രയത്നിക്കണമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഗുജറാത്തിലെ സൂറത്തിൽ നടന്ന പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യപുരോഗതിക്കായി യുവതയുടെ നേതൃഗുണം വളർത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ശ്രീ മാണ്ഡവ്യ ഊന്നിപ്പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ 40ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ ഇന്ന് പങ്കെടുക്കും. വ്യാവസായിക ഗവേഷണം, നവീകരണം, ഇൻഹൌസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്ററുകൾ, ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെ അംഗീകരിക്കുക എന്നതാണ് ദിനാഘോഷത്തിന്റെ ലക്ഷ്യം. ഇന്ന് ലോക ബ്രെയിൽ ദിനം. കാഴ്ച പരിമിതർക്ക് കാര്യക്ഷമമായ ആശയവിനിമയവും അതുവഴി മനുഷ്യാവകാശത്തിന്റെ സമ്പൂർണ്ണ സാക്ഷാത്കാരവും ലക്ഷ്യമിട്ട് 2019 മുതലാണ് ആഗോളതലത്തിൽ ബ്രെയിൽ ദിനം ആചരിക്കുന്നത്. കാഴ്ച വൈകല്യമുള്ളവർക്കുള്ള പ്രവേശനക്ഷമതയും ഉൾപ്പെടുത്തലും ആഘോഷിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ ലോക ബ്രെയിൽ ദിനത്തിന്റെ പ്രമേയം. ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 5ാം ടെസ്റ്റ് ആദ്യ ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയയ്ക്ക് ബാറ്റിംഗ് തകർച്ച. 1 വിക്കറ്റ് നഷ്ടത്തിൽ 9 റൺസ് എന്ന നിലയിൽ 2ാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ഓസ്ട്രേലിയ ഉച്ചഭക്ഷണത്തിന് പിഴിയുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 101 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യ ഇന്നലെ 185 റൺസിന് എല്ലാവരും പുറത്തായിരുന്നു. 5 മത്സരമടങ്ങിയ പരമ്പരയിൽ ഓസീസ് 2-1 മുന്നിലാണ്. ISL ഫുട്ബോളിൽ ഇന്നലെ നടന്ന മുഹമ്മദൻസ് SCയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയും തമ്മിലുള്ള മത്സരം ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഒഡീഷ FC ഗോവയെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഗ്രാമീണ മേഖലയിലെ വികസനം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന ഗ്രാമീൺ ഭാരത് മഹോത്സവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ ഗ്രാമപ്രദേശങ്ങളെ ഈ വർഷത്തോടെ ദാരിദ്ര്യമുക്തമാക്കുമെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ ചൈനയുടെ അനധികൃത അധിനിവേശത്തിൽ ശക്തമായ പ്രതിഷേധമറിയിച്ച് ഇന്ത്യ. കലാമാമാങ്കത്തിനൊരുങ്ങി തിരുവനന്തപുരം. സംസ്ഥാന സ്കൂൾ കലോത്സവം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ലോക ബ്രെയിൽ ദിനം. ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 5ാം ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയയ്ക്ക് ബാറ്റിംഗ് തകർച്ച. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.